വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നു. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കോട്ടാണിത്. അതായത് ഈ കോട്ട് ശിവഗേരയുടെ ഒരു കോട്ടാണ്. നിങ്ങൾക്കും വിജയിക്കാം എന്നൊരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ. ഇതിൽ ഏകദേശം 300ഓളം പേജുകളിലായിട്ട് 11 അധ്യായങ്ങൾ, 300ഓളം പേജുകളിലായി 11 അധ്യായങ്ങളിലായിട്ട് പരന്നു കിടക്കുന്നത് മനുഷ്യന് നമ്മൾ ഒരു വിജയിയാവാൻ വേണ്ട കാര്യങ്ങൾ, കഥകളും അനുഭവങ്ങളും വിശദീകരണങ്ങളുമായിട്ട് വളരെ വായന താല്പര്യം കൂടുന്ന രീതിയിൽ, വായന എളുപ്പമാക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് ക്രമീകരിച്ച ഒരു പുസ്തകമാണ്. ഇതിൽ ഓരോ അധ്യായത്തിലും അതിനോട് അനുബന്ധമായ കഥകളും അനുഭവങ്ങളും ഒക്കെ കോട്ടുകളും ഒക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് ഈ ബുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ 11 കാര്യങ്ങൾ. ഒന്നാമത്തെ മനോഭാവം, നമ്മുടെ മനോഭാവം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചാണ്. രണ്ടാമത്തത് പോസിറ്റീവായ മനോഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വിജയിക്കാനുള്ള മാർഗങ്ങൾ, മന്ത്രങ്ങളൊക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും ആ വിജയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് 4ാമത്തെ അധ്യായങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് പ്രചോദനം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആത്മാഭിമാനം, നമുക്കൊരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണ് ആത്മാഭിമാനമുള്ളത്. ആ ആത്മാഭിമാനം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അത് വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുക, നമ്മൾ വ്യക്തികൾ തമ്മിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, ഭാര്യയോട്, മക്കളോട്, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ നമ്മുടെ നല്ല വ്യക്തിത്വം, നല്ല ചിന്തകളിലൂടെ നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ പറയുന്നതാണ് 8ാമത്തെ അധ്യായം. അതിന് 25 ചുവടുവയ്പ്പുകൾ, 25 കാര്യങ്ങളാണ്. നമ്മൾ നല്ല ചിന്തയിലൂടെ നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താൻ 25 കാര്യങ്ങളാണ് ആ അധ്യായത്തിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പിന്നെ 9ാമത്തെ അധ്യായം നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ശീലങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. 10ാമത്തത് ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യം വേണം, എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ തെരാപാര നടന്നിട്ട് കാര്യം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം വിജയിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യം രൂപീകരിക്കാൻ എങ്ങനെയാണ് എന്നുള്ളതും. പിന്നെ നമ്മുടെ മൂല്യങ്ങൾ, നമ്മളെ മോറൽ കാര്യങ്ങൾ, നമ്മളെ കാര്യങ്ങൾ, അപ്പോൾ അത് എന്തൊക്കെ മൂല്യങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ. ഇങ്ങനെ 11 അധ്യായങ്ങളിലായിട്ട് വിശാലമായ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ 11 കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾ ഭാഷയാണ് ഇതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ, വളരെ സിമ്പിൾ ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആവണം. നമ്മളെ മനസ്സ് എപ്പോഴും മൂഡ് ഓഫ്, ഒരു നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, പക്ഷേ ഒരു സമാധാനം, ഒരു മനസ്സിന് സ്വസ്ഥത ഒരു ആശ്വാസം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടിയതാണ്. കുറേ പൈസ ഉണ്ടാവുക, കുറേ നല്ല ജോലി ഉണ്ടാവുക എന്നത് മാത്രമല്ല. വിജയം എന്നതല്ല വിജയം. വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ജോലി, സ്റ്റാറ്റസ്, അതോടൊപ്പം തന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ, നമ്മൾ മനസ്സിലാക്കി ഒപ്പമുള്ള ആളുകളെ, കൂടെയുള്ള ആളുകളൊക്കെ, ഫാമിലി ആവട്ടെ, മക്കളാവട്ടെ, മറ്റു സഹപ്രവർത്തകരെയൊക്കെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമുക്കൊരു വിജയി എന്ന് പറയാൻ പറ്റുക. അല്ലാതെ നമുക്ക് കുറേ പൈസ ഉണ്ട്, സമ്പാദ്യമുണ്ട്, കുടുംബമുണ്ട്, പക്ഷേ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഒരു കയർത്തുകൊണ്ട്, തർക്കിച്ചുകൊണ്ട്, നല്ല രീതിയിൽ ജോലി സ്ഥലത്തൊരു സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള വിജയി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് മനോഭാവം നമുക്ക് വേണം. അപ്പോൾ പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അത് ശീലിച്ചെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ നിരന്തരം അതിലൂടെ സഞ്ചരിച്ച് അതൊരു ശീലമാക്കി എടുക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഒരു ദിവസം നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആ പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനത്തെ കഥകൾ വായിക്കാം, അങ്ങനത്തെ വീഡിയോസുകൾ കാണാം.
അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ശീലമാകുമ്പോൾ ഒരു 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 100 ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് വിജയിയാവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഈ പോസിറ്റീവ് മനോഭാവം രൂപീകരിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ നിങ്ങൾക്കും വിജയിക്കാം എന്നുള്ളത്. ശിവഗിരിയുടെ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ളൊരു പുസ്തകമാണ്. 300 പേജാണ് ഉള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വായിക്കുക. നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.